വളരെ നാടകീയമായ ചില രംഗങ്ങൾ സഖാവ് എം ലോറൻസിന്റെ ശവസംസ്കാരവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ ചില വിഷയങ്ങൾ, അദ്ദേഹത്തിന്റെ മൃതദേഹം പൊതുദർശനത്തിന് വെച്ച സമയത്തുണ്ടായ ചില പ്രശ്നങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അദ്ദേഹം മരിച്ചു എന്നറിഞ്ഞ നിമിഷം മുതൽ തന്നെ അദ്ദേഹത്തിന്റെ മകളായ ആശ ലോറൻസ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഫേസ്ബുക്കിൽ കുറിപ്പെഴുതുകയും ചില ചാനലുകളിൽ ചർച്ചയ്ക്കെത്തുകയും അതുപോലെ തന്നെ ചില നേതാക്കന്മാരെ വിളിച്ച് സംസാരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചില കുടുംബങ്ങളിൽ നിരവധി കുട്ടികൾ ഉണ്ടാകും, അല്ലെങ്കിൽ വളരെ കുറച്ചു പേരെ ഉണ്ടാവുകയുള്ളൂ. എങ്കിൽ പോലും ചില കുടുംബങ്ങളിൽ ഇത്തരത്തിലുള്ള ചില പ്രശ്നങ്ങൾ സ്വാഭാവികമായും ഉണ്ടാകുന്നതാണ്. അത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന രീതിയിൽ CPM അതിൽ ഒരു നിലപാട് എടുക്കേണ്ടത് രണ്ടു വിഭാഗത്തെയും ആൾക്കാരെ കോർത്തിണക്കിക്കൊണ്ട് ഒരു കുടുംബ പ്രശ്നം എന്ന രീതിയിൽ അതിനെ ട്രീറ്റ് ചെയ്യേണ്ടതിന് പകരം ഒരു രാഷ്ട്രീയ വിഷയമായാണോ അദ്ദേഹത്തിന്റെ ഈ ശവസംസ്കാര ചടങ്ങും ഉള്ള കാര്യങ്ങളുമൊക്കെ നോക്കിക്കണ്ടത് എന്ന സംശയം സാധാരണക്കാരിയായ എനിക്ക് പോലും ഉണ്ടാകുന്നു. കാരണം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അവിടെ കാണുന്നത് ഒരു അച്ഛൻ മരിച്ചു കിടക്കുന്ന ഒരു മകൾ അവിടേക്ക് എത്തുകയും അവർ കരഞ്ഞുകൊണ്ട് ആ മൃതദേഹത്തിന്റെ പുറത്തേക്ക് കിടക്കുമ്പോൾ അവിടെ വലിയ രീതിയിലുള്ള മുദ്രാവാക്യം വിളി ഉയരുന്നു. സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു മരണമുണ്ടായാൽ ഇവർ ഈ മുദ്രാവാക്യമൊക്കെ വിളിച്ചാണ് CPMകാർ ഇവരെ യാത്രയാക്കുന്നത്, ശരി തന്നെയാണ്. പക്ഷെ ഇവിടെ എല്ലാ സന്നാഹങ്ങളും നടത്തിവെച്ചിരുന്നു എന്നുള്ളതാണ്. അവിടെ വളരെ കൃത്യമായി തന്നെ ഇവർ ഇത്തരത്തിലൊരു പ്രശ്നം ആന്റിസിപ്പേറ്റ് ചെയ്യുകയും ആ പ്രശ്നം ഉണ്ടായാൽ അതിനെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങൾ എടുക്കുകയും ചെയ്തിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആശയാണ് മകൾ പെൺകുട്ടിയായതുകൊണ്ട് തന്നെ ആശയാണ് വരുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ സ്ത്രീകളെ ഇറക്കിക്കൊണ്ട് ആ മൃതദേഹത്തിന് ചുറ്റും സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ മുദ്രാവാക്യം വിളിച്ചിരുന്നത്. സാധാരണഗതിയിൽ നമ്മൾ മരണസമയത്ത് ഒരാൾ മരിച്ചു കഴിഞ്ഞ് മുദ്രാവാക്യം വിളിക്കുന്നത് നമുക്കറിയാം, വലിയ ശബ്ദത്തോടെയോ ബഹളത്തോടെയോ ഒന്നുമല്ല. എന്നാൽ വളരെ വാശിയോടുകൂടി ആശ ആ മൃതദേഹത്തിന്റെ പുറത്തേക്ക് കിടക്കുമ്പോൾ ആശയുടെ തലക്കിൽ പോയിരുന്ന ആശയുടെ ചെവിയിലേക്കാണ്, അതായത് ഒരു ആലോചിച്ച് നോക്കണം, ഒരു മൃതദേഹത്തോടും ആ മൃതദേഹത്തിന്റെ ആ വലിയ ദുരന്തം സംഭവിച്ച ഒരു കുടുംബത്തോടും കാണിക്കുന്ന എത്ര വലിയ അനാദരവാണ് CPMന്റെ റെഡ് വോളണ്ടിയർമാർ ഇന്നിവിടെ കാണിച്ചു കൂട്ടിയിട്ടുള്ളത് എന്ന കാര്യം ജനങ്ങൾ ചിന്തിക്കേണ്ടതാണ്. അതിന് മേമ്പടി എന്നോണം ഒരു മകൻ പുറത്തു വന്നിട്ട് പറയുന്നത് ഇത് RSSകാരും BJPക്കാരും ഒക്കെ ഉണ്ടാക്കുന്ന പ്രശ്നമാണ് എന്നാണ്. തന്റെ കുടുംബ പ്രശ്നമാണെന്നോ സഹോദരിയും കുടുംബവും തമ്മിൽ ഇത്രയും കാലമായി ഇത്തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്നുണ്ടെന്നോ ഒരു വാക്കുകൊണ്ട് പോലും പറയാതെ എല്ലാ ഘട്ടത്തിലും BJP RSS എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ മകൻ. അതായത് സജീവൻ എന്ന് പറയുന്ന മകന്റെ ഒരു ബൈറ്റാണ് പുറത്ത് കണ്ടത്. അദ്ദേഹം ഒരു അഭിഭാഷകൻ കൂടിയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു അഭിഭാഷകനായി അദ്ദേഹത്തോട് പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യമില്ല. ഒരു കേസ് കിട്ടിയാൽ ഏത് അഭിഭാഷകനും ആ കേസുമായി മുമ്പോട്ട് പോവുക സ്വാഭാവികമല്ലേ. നിങ്ങളുടെ ഇടയിലേക്ക് നാളെ RSSനെതിരെ ഒരു കേസ് വന്നാലോ അല്ലെങ്കിൽ ഏതെങ്കിലും RSS പ്രവർത്തകർക്കെതിരെ ഒരു കേസ് വന്നാലോ നിങ്ങൾ നടത്തുന്നത് പോലെ തന്നെയാണ് ആശ ലോറൻസ് ഒരു കേസുമായി ഒരുപക്ഷെ കൃഷ്ണരാജിന്റെ അടുത്തേക്ക് ചെന്നപ്പോ കൃഷ്ണരാജ് എന്ന അഭിഭാഷകൻ ആ കേസ് എടുത്തിട്ടുണ്ടാവും. അത് അദ്ദേഹത്തിന്റെ ജോലിയാണ്. ആ ജോലി ചെയ്ത എന്നുള്ള ഉറ്റ കാരണം കൊണ്ട് അവിടെ മുഴുവൻ BJPക്കാരാണ് കുഴപ്പം സൃഷ്ടിക്കുന്നതെന്നും RSSകാരാണ് കുഴപ്പം സൃഷ്ടിക്കുന്നതെന്നും ഒക്കെ പറഞ്ഞു വെക്കാൻ ശ്രമിക്കുകയായിരുന്നു. അല്ലാതെ തന്റെ കുടുംബത്തിലുള്ള തന്റെ സഹോദരിയെ പോലും തന്റെ ഭാഗത്ത് നിർത്താനോ ചിന്തിക്കാനോ അല്ലെങ്കിൽ ഒന്ന് സംസാരിക്കാൻ പോലും ഒരു ജനാധിപത്യ മര്യാദ കാണിക്കാത്ത ഒരു അഭിഭാഷകൻ അദ്ദേഹത്തിന്റെ മകൻ കൂടിയാണ്. ആ അഭിഭാഷകൻ ഒരു ജനാധിപത്യ മര്യാദ പോലും ഇല്ലാതെ സംസാരിക്കുകയും അവരോട് സംസാരിച്ചിട്ട് കാര്യമില്ല എന്നാണ് പറയുന്നത്. ശരിയായിരിക്കും, ചിലപ്പോ ഒരു കുടുംബ പ്രശ്നമൊക്കെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹോദരങ്ങൾ തമ്മിൽ സംസാരിച്ചാൽ ചിലപ്പോൾ പ്രശ്നം സോൾവ് ആകില്ലായിരിക്കും. പക്ഷെ മുതിർന്ന ഏതെങ്കിലും നേതാക്കന്മാർ, മുതിർന്ന ആരെങ്കിലും, അല്ലെങ്കിൽ ഈ ആശയും അതുപോലെ തന്നെ മറ്റുള്ളവരുമായും ഒക്കെ ബന്ധമുള്ള ആരെങ്കിലും അത്തരത്തിലുള്ള ആൾക്കാരോടൊക്കെ സംസാരിച്ചുകൊണ്ട് അവരോട് സംസാരിച്ച് ഒരു കൃത്യമായ രീതിയിലേക്ക് ഒരു നീക്കുപോക്കുണ്ടായ ശേഷം ആകാമായിരുന്നില്ലേ ഇത്തരത്തിലൊരു ശവസംസ്കാര ചടങ്ങിലേക്ക് അല്ലെങ്കിൽ ഒരു പൊതുദർശനം അദ്ദേഹത്തെ കൈമാറാനുള്ള, മെഡിക്കൽ കോളേജിന് കൈമാറാനുള്ള ഒരു സാഹചര്യമൊക്കെ ഒരുക്കേണ്ടത് എന്ന ചോദ്യം പ്രസക്തമാവുകയാണ്. എല്ലാ മക്കൾക്കും തുല്യാവകാശം തന്നെയാണ് മാതാപിതാക്കൾക്ക് ഇടയിലുള്ളത്. അതിൽ ചിലപ്പോ ആരെങ്കിലുമൊക്കെ നോക്കുകയോ അല്ലെങ്കിൽ ആരുടെയെങ്കിലുമൊക്കെ പക്ഷത്താവുകയോ ഒക്കെ വയസ്സുകാലത്ത് അവർക്ക് ആരോഗ്യമില്ല, ഓർമ്മയില്ലാത്ത സമയത്തൊക്കെ ചില മക്കളെയൊക്കെ ഞാൻ ഈയിടെ അടുത്ത കാലത്ത് കണ്ട ഒരു കേസ്, അമ്മയെ കാണാൻ ഒരു മകളെ അനുവദിക്കാത്ത മറ്റൊരു മകളെ പറ്റി ആ മകൾ കോടതിയിൽ ഫൈറ്റ് ചെയ്ത് ഒരു ദിവസം കാണാൻ വേണ്ടി അവർ ഇംഗ്ലണ്ടിൽ നിന്ന് നാട്ടിലെത്തിയിട്ട് ഈ മകൾ ചെല്ലുമ്പോ മറ്റു മകൾ അവിടെ ഇല്ല, വീടടച്ചിട്ട് പോയിരിക്കുകയാണ്. ചെല്ലുമ്പോൾ എങ്ങനെയാണ് അതിനുശേഷം പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചു പറയുമ്പോൾ അത് ചെല്ലും എന്ന് അറിഞ്ഞതുകൊണ്ടാണ് വീട് അടച്ചിട്ട് പോയിരിക്കുന്നത്. പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചു പറയുമ്പോൾ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ
വൈകുന്നേരം വരെ, അതായത് ലണ്ടനിൽ നിന്ന് വന്ന മകളെ വീടിന്റെ വാതുക്കൽ വൈകുന്നേരം വരെ കാത്തുനിന്ന ശേഷം ഗുണ്ടകളെ വെച്ചുകൊണ്ട്, ഞാൻ അക്ഷരാർത്ഥത്തിൽ സാക്ഷിയാണ് സംഭവത്തിന്, ഗുണ്ടകളെ വെച്ചുകൊണ്ട് ചുറ്റുവട്ടത്തെ പേർക്കടന്നൊരു സംഭവമാണ്. ഗുണ്ടകളെ വെച്ചുകൊണ്ടാണ് എന്റെ ഫേസ്ബുക്ക് സുഹൃത്താണ് ഞാൻ ഈ പറയപ്പെടുന്ന അമ്മയെ കാണാൻ വന്ന മകൾ. അതുകൊണ്ട് തന്നെ ഞാൻ പറയാം, ഗുണ്ടകളെ വെച്ചുകൊണ്ട് ആ സ്ത്രീയെ ഒരു മിനിറ്റ് അമ്മയെ കാണിക്കുക, അമ്മയെ ഇങ്ങനെ വീൽ ചെയറിൽ തള്ളിക്കൊണ്ട് വന്ന് മുറ്റത്ത് കൊണ്ടുവന്ന് കാണിച്ച ശേഷം ഒന്ന് സംസാരിക്കാനോ ഒന്ന് തൊടാനോ പോലും അനുവദിക്കാതെ മൂത്ത മകൾ വീടിനകത്തേക്ക് തള്ളിക്കൊണ്ടുപോയി. അവസാനം ഇപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് 10 ലക്ഷം രൂപ കൊടുത്ത് അമ്മയെ ഇളയ മകൾ, അതായത് ഇംഗ്ലണ്ടിൽ നിന്നും കാണാൻ വന്ന മകൾ 10 ലക്ഷം രൂപ മൂത്ത മകൾക്ക് കൊടുത്തതോടെ പ്രശ്നം അവസാനിച്ചു. ഇപ്പോൾ അമ്മയെ മൂത്ത മകൾക്ക് വേണ്ട, മൂത്ത മകൾ അമ്മയെ കൈമാറിയിരിക്കുന്നു എന്നാണ്. ഇത്തരത്തിലുള്ള പല പ്രശ്നങ്ങളും പല കുടുംബങ്ങളിലുമുണ്ട്. ഈ കുടുംബങ്ങളുടെ പ്രശ്നങ്ങൾ പാർട്ടിയും മറ്റുള്ള സംവിധാനങ്ങളും മുതലെടുക്കുന്നതിന് പകരം, അല്ലെങ്കിൽ അതൊരു ഈഗോയായി ഞങ്ങളുടെ പാർട്ടിക്ക് എന്തോ നാണക്കേടായി പോകും, അത് മതാചാരപ്രകാരം അദ്ദേഹത്തെ അവിടെ സംസ്കരിച്ചാൽ എന്ന തോന്നലുണ്ടാക്കാതെ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഈഗോയും മറ്റുള്ള പ്രശ്നങ്ങളും മുൻനിർത്താതെ ഒരു കുടുംബത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമാണ്. അതിൽ പ്രത്യേകിച്ച് ഈ രാഷ്ട്രീയ കക്ഷികൾക്ക്, രാഷ്ട്രീയ പാർട്ടികൾക്ക് അതിലൊരു മുൻകൈ എടുക്കാൻ കഴിയും. ഇവിടെ CPM ചെയ്തത് വളരെ ഗുരുതരമായ തെറ്റ് തന്നെയാണ്. ഒരിക്കലും CPMന് ഇനി ഞങ്ങൾക്കതിൽ പങ്കൊന്നുമില്ല, കോടതിയിൽ പോയ വിഷയമല്ലേ, കോടതി തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞ് കൈ കഴുകാൻ കഴിയില്ല. കാരണം അവിടെ കൂടിയിരുന്ന ആൾക്കാർ മിലനോടും അതുപോലെ തന്നെ ആശയോടും ഒക്കെ ചെയ്തത് എന്താണ് എന്ന് നമ്മളേവരും കണ്ടതാണ്. ഏതായാലും അവരുടെ അച്ഛനാണ്, ഏതൊക്കെ പാർട്ടി പ്രവർത്തകനായാലും അച്ഛനും മകൾക്കും അല്ലെങ്കിൽ അച്ഛനും മകനും ഒക്കെയുള്ള ബന്ധത്തിനപ്പുറത്തേക്ക് ഈ പാർട്ടിക്ക് അതിൽ ഇടപെടുന്നതിന് പോലും അത് നന്നാക്കാനല്ലാതെ നശിപ്പിക്കാൻ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പ്രശ്നത്തെ ഒന്ന് അഡ്രസ് ചെയ്തുകൊണ്ട് ആ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കേണ്ടിടത്ത് എന്താണ് കേരളത്തിലെ CPM ഇന്നവിടെ കാണിച്ചു കൂട്ടിയത്? യഥാർത്ഥത്തിൽ അത് ഞാൻ മനസ്സിലാക്കുന്നത് അത് സഖാവ് MM ലോറൻസിനോട് വലിയ സ്നേഹമാണ്, ഞങ്ങൾക്ക് വലിയ ആദരവാണ്, ബഹുമാനമാണ് എന്ന് പറയുന്നത് വെറുതെയാണ് എന്നാണ് അതിൽ നിന്ന് മനസ്സിലാകുന്നത്. അദ്ദേഹത്തോട് എന്തെങ്കിലും തരത്തിലുള്ള ആദരവ് CPMന് ഉണ്ടായിരുന്നുവെങ്കിൽ തീർച്ചയായും അദ്ദേഹത്തിന്റെ ശവസംസ്കാര സമയത്ത്, അദ്ദേഹത്തിന് ഏറ്റവും മാന്യമായി അദ്ദേഹത്തെ യാത്ര അയക്കേണ്ട സമയത്ത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് പോകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ തള്ളിവിടാതിരിക്കുകയായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. സത്യത്തിൽ CPM കാണിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന്റെ മൃതദേഹത്തോട്, പ്രത്യേകിച്ച് MM ലോറൻസിന്റെ മൃതദേഹത്തോട് കാണിച്ചത് ഏറ്റവും വലിയ അനാദരവാണ്. ആ കാര്യം പറയാതിരിക്കാൻ കഴിയില്ല. കാരണം ഒരു കുടുംബത്ത് പ്രശ്നങ്ങൾ ഉണ്ടാവുക എന്ന സ്വാഭാവികമായ ആ പ്രക്രിയയെ മുൻനിർത്തിക്കൊണ്ട് കഴിഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാം അവർ തമ്മിൽ പ്രശ്നമുണ്ടായിരുന്നുവെന്ന് വരുത്തി തീർത്തുകൊണ്ട് അതിൽ രാഷ്ട്രീയത്തിന് ഇടപെടലുണ്ടെന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ മൃതദേഹത്തിനോട് അനാദരവ് കാണിക്കുകയായിരുന്നു ചെയ്തിരുന്നതെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. CPM ഇത്തരത്തിൽ കാണിക്കുന്നത് വലിയ തരത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. കേരളത്തിലെ പൊതുസമൂഹം ഇത് കാണുന്നുണ്ട്. എന്നാൽ മറ്റേതെങ്കിലും മതവിഭാഗത്തിനിടയ്ക്കായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇത്തരത്തിലുള്ള പ്രശ്നമുണ്ടാകുമായിരുന്നു എന്ന് സംശയം കൂടിയുണ്ട്. ഹിന്ദുവും ക്രിസ്ത്യനും ഒക്കെ ആണെങ്കിൽ ഇത്തരത്തിലുള്ള ഇടപെടൽ നടത്തുകയും മറ്റു ചില സംഘടിത മതവിഭാഗങ്ങളുടെ കാര്യത്തിലാണെങ്കിൽ അത്തരത്തിലൊരു ഇടപെടൽ നടത്താൻ CPMനെന്നല്ല ആർക്കും കഴിയില്ല എന്ന സത്യം കൂടി നമ്മുടെ മുന്നിലുണ്ട്. എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ മൃതദേഹം ഏതെങ്കിലും സംസ്കാരം ഇതനുസരിച്ച്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ രീതി അനുസരിച്ച് അദ്ദേഹത്തിന്റെ ശുശ്രൂഷകൾ നൽകിക്കൊണ്ട് അദ്ദേഹത്തെ ഏതെങ്കിലും പള്ളിയിൽ സംസ്കരിച്ചാൽ എന്താണ് സംഭവിക്കുക? അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു, ശരിയാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ മക്കളെ എല്ലാം വളർത്തിയത് ആ മതാചാര പ്രകാരം തന്നെയാണ് അവരുടെ ചടങ്ങുകളും മറ്റും പൂർത്തിയാക്കിയതെന്ന് ആശ തന്നെ പറയുന്നുണ്ട്. അദ്ദേഹം പലപ്പോഴും ബൈബിൾ വായിച്ചു കേട്ടിരുന്നു എന്ന് ആശ പറയുന്നുണ്ട്. ഇത്തരത്തിൽ പല കാര്യങ്ങളും പറയുമ്പോൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള നിലപാടിലേക്ക് CPM പോകുന്നത് എന്ന സംശയം ബാക്കിയാവുകയാണ്. ഇവിടെ ഇപ്പോൾ RSSനെയും BJPയും ഒക്കെ കുറ്റപ്പെടുത്തിക്കൊണ്ട് RSSും BJPയും ഒക്കെ എന്ത് ചെയ്തു? അവിടെ ഒരു RSSകാരനെയോ ഒരു BJPക്കാരനെയോ ഞാൻ കണ്ടിട്ടില്ല. അവിടെ കണ്ടത് മിലനെയും ആശ ലോറൻസിനെയുമാണ്. അവിടെ ആശയെയും മിലനെയും എങ്ങനെയാണ് RSSകാരാണെന്ന് പറഞ്ഞ് ആ ഒരു കാര്യം പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ അവർ കയ്യിലെടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് എങ്ങനെയാണ് ആ ഒരു ജെനുവിനായ വിഷയമല്ലേ? ആശയുടെ അച്ഛനാണ് മരിച്ചത്, മിലന്റെ അപ്പൂപ്പനാണ് മരിച്ചത്. അവർക്ക് രണ്ടിനും ഇല്ലാത്ത എന്ത് അവകാശമാണ് ഏത് പാർട്ടിക്കാർക്കാണുള്ളത്? സത്യത്തിൽ ആശ ലോറൻസ് വീണ് കിടക്കുന്ന കാഴ്ച, മിലനെ പിടിച്ചു മാറ്റുന്ന കാഴ്ച, അതൊക്കെ മനുഷ്യന് വലിയ രീതിയിൽ സങ്കടം തോന്നുന്ന അവസ്ഥയാണ്. കാരണം എന്താണെന്നറിയാമോ? കുടുംബവും അല്ലെങ്കിൽ ബന്ധങ്ങൾക്കുമൊക്കെ വാല്യൂ ഉള്ള ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്തരക്കാർക്ക് ഇത് കാണുന്നത് വലിയ സങ്കടമാണ്. CPMകാർക്ക് ഒരു പക്ഷേ അത്തരത്തിലുള്ള സങ്കടങ്ങൾ ഇല്ലായിരിക്കും. അതുകൊണ്ടാണല്ലോ തലയ്ക്കൽ പോയിരുന്ന് വാശിയോടെ സ്ത്രീകളെ ഇറക്കിക്കൊണ്ട് വാശിയോടെ ആ വീഡിയോ കാണണം. ആ വീഡിയോ കണ്ടാൽ നമുക്ക് മനസ്സിലാവും എത്ര വാശിയോടെയാണ് അവിടെ സ്ത്രീകൾ ഈ ആശയെയും അതുപോലെ മിലനോടുമൊക്കെ, മിലന്റെയൊക്കെ ചെവിയുടെ അടുത്തേക്ക് എത്തിക്കൊണ്ട് ഒരു കാര്യം ആലോചിക്കും. ഒരു മരണ വീടാണ്,
ഒരു സ്ത്രീ അവരുടെ വിഷമം, അവരുടെ അച്ഛനെ കണ്ട് അവരുടെ വിഷമം പ്രകടിപ്പിക്കുന്ന ഒരു ഘട്ടം, ആ സമയത്ത് അവരുടെ ചെവിയിലേക്ക് നീങ്ങി നിന്നുകൊണ്ട് വാശിയോടെ മുദ്രാവാക്യം വിളിച്ച് എന്താണ് നിങ്ങൾ സ്ഥാപിക്കാൻ ശ്രമിച്ചത്? എന്നിട്ട് ഇനി ഞങ്ങൾക്കൊന്നും അതിൽ പങ്കില്ല, പാർട്ടി തീരുമാനിക്കട്ടെ, മക്കൾ തമ്മിലുള്ള പ്രശ്നമാണ് എന്ന് പോലും പറയാതെ, അത് മക്കൾ തമ്മിലുള്ള ഒരു പ്രശ്നത്തെ പരിഹരിക്കേണ്ടതായിരുന്നില്ലേ? CPM-ലെ ഏതെങ്കിലും നേതാക്കന്മാരോ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഏതെങ്കിലും രണ്ടുപേർക്കും പ്രശ്നങ്ങൾ പറഞ്ഞ് പരിഹരിക്കാൻ കഴിയുന്ന ഏതെങ്കിലും പൊതുസമ്മതരെയൊക്കെ ഇറക്കിക്കൊണ്ട് ഇത്തരത്തിലൊരു വിഷയം ഇന്നലെ മുതൽ ഉണ്ട് എന്ന് അറിഞ്ഞിട്ട് പോലും എന്തുകൊണ്ടാണ് ഈ വിഷയം പരിഹരിക്കപ്പെടാതെ ഇത്തരം വലിയ ഒരു പ്രശ്നത്തിലേക്ക് പോയത്? സത്യത്തിൽ ഇത്രയും ദിവസങ്ങളിലുണ്ടായ അൻവറുമായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ടായ ഈ പ്രശ്നങ്ങളും പ്രതിസന്ധികളുമൊക്കെ മറികടക്കാനോ അല്ലെങ്കിൽ അത് ചർച്ചാ വിഷയമാകാതിരിക്കാനോ പുതിയൊരു വിഷയത്തിലേക്ക് CPM കടക്കുകയായിരുന്നു എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇനി കുറെ ദിവസത്തേക്ക് ചർച്ചകൾ അത്തരത്തിലേക്ക് പോകും. ഏതായാലും കേരളത്തിലെ CPM-നെ പൊതുസമൂഹം കാണുന്നത് മനുഷ്യനാകണം എന്ന് വിളിച്ചു പാടിയും പറഞ്ഞും നടന്നിട്ട് കാര്യമില്ല. മനുഷ്യത്വരഹിതമായ പ്രവൃത്തിയാണ് ഇന്ന് ചെയ്തിട്ടുള്ളത്. അത് മരിച്ചുപോയ MM ലോറൻസിന്റെ മൃതദേഹത്തോടും അദ്ദേഹത്തിന്റെ ആത്മാവിനോടും ഒപ്പം ആശാ ലോറൻസ് എന്ന മകളോടും ഒരേ സമയം ചെയ്തത് നീതികേടാണ്. അതിനി ഏത് മകന്റെ പക്ഷം പറഞ്ഞാലും 3 മക്കളുണ്ടെങ്കിൽ 3 മക്കൾക്ക് 3 പക്ഷമുണ്ടെങ്കിലും ആ പക്ഷമെല്ലാം സംസാരിച്ച് ഒത്തുചേർത്തുകൊണ്ട് ആ പ്രശ്നത്തെ പരിഹരിക്കേണ്ടിടത്ത് അങ്ങനെ പരിഹരിക്കാതെ ഒരു മകൻ പറയുന്നത് കേട്ട് ആ മകൻ ഒരു അടിമയാണ് എന്നുള്ളത് കൊണ്ട് അല്ലെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും സാധിക്കാനുണ്ടോ എന്ന സംശയം പോലും ഉണ്ടാകുന്ന ഇടത്തു നിന്ന്, കാരണം അദ്ദേഹത്തിന്റെ ആ പ്രകടനങ്ങളിലും സംസാരത്തിലുമൊക്കെ ഒരു അച്ഛൻ മരിച്ച മകന്റെ വിഷമമോ അല്ലെങ്കിൽ മറ്റൊന്നോ കാണാതെയാണ് അദ്ദേഹത്തിന്റെ സംസാരം കേട്ടാൽ നമുക്ക് മനസ്സിലാവുന്നത്. അദ്ദേഹത്തിന്റെ സംസാരം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നു അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനെ പോലെ ഒരു രാഷ്ട്രീയ വിഷയമായി, അദ്ദേഹത്തിന്റെ അച്ഛന്റെ മരണം ഒരു രാഷ്ട്രീയ വിഷയമായി ഉന്നയിക്കുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ ആ വാക്കുകളിൽ നിന്ന് നമ്മൾ വായിച്ചെടുക്കേണ്ടത്. ഇവിടെയാണ് ഞാൻ പറയുന്നത്, ഒരു കുടുംബത്തൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ, അതും ഒരു കമ്മ്യൂണിസ്റ്റ് കുടുംബമായിരുന്നു, നിങ്ങളുടെ തന്നെ കൂട്ടത്തിലുള്ള ഒരു കുടുംബത്ത് അത്തരം ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ആ പ്രശ്നങ്ങളെ പറഞ്ഞു പരിഹരിച്ച്, അതിൽ ഏതൊക്കെ തരത്തിലുള്ള രാഷ്ട്രീയക്കാരുണ്ടാകാം, പലതരത്തിലുള്ള രാഷ്ട്രീയക്കാരും ഉണ്ടാകാം. എല്ലാ കുടുംബങ്ങളിലും അച്ഛനും അമ്മയും മക്കളും എല്ലാവരും ഒരേ രാഷ്ട്രീയക്കാരാകണമെന്ന് നിർബന്ധമൊന്നുമില്ല. പല കുടുംബങ്ങളിലും അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ. പക്ഷേ അച്ഛന്റെയും അമ്മയുടെയും മക്കളുടെയും ഒക്കെ വിഷയത്തിലോ ഇത്തരം കോമൺ വിഷയങ്ങളിലോ ചിലപ്പോൾ ഒരുപക്ഷെ അവർക്കെല്ലാം കോമൺ ഇൻട്രസ്റ്റ് ആകും. അതുകൊണ്ട് മറ്റു തരത്തിലുള്ള പ്രശ്നങ്ങൾ ഒഴിവായിട്ടുണ്ടാവും. പക്ഷെ ഇവിടെ പലതരത്തിലുള്ള ഇൻട്രസ്റ്റ് നിലനിൽക്കുമ്പോൾ, കഴിഞ്ഞ കുറെ നാളുകളായി ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുമ്പോൾ, ആശ ഇന്ന് രാവിലെയോ അല്ലെങ്കിൽ പെട്ടെന്നോ പൊട്ടിപ്പുറപ്പെട്ട് അവിടെ വന്ന് പ്രശ്നമുണ്ടാക്കിയ ഒരാളല്ല. ആശ ഇന്നലെ മുതൽ തന്നെ, മരിച്ചു എന്നറിഞ്ഞ സമയം മുതൽ തന്നെ ആശ ഈ വിഷയം പറയുന്നുണ്ട്. അപ്പോ ഈ വിഷയത്തെ, അത് മാത്രമല്ല ഞാൻ മനസ്സിലാക്കുന്ന ആശ പല നേതാക്കന്മാരെയും വിളിച്ചിരുന്നു, ഇത്തരത്തിൽ പറഞ്ഞിരുന്നു എന്ന് തന്നെയാണ്. അത്തരം ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അത് പരിഹരിക്കേണ്ടതിന് പകരം കേവലം ഒരു രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി സഖാവ് MM ലോറൻസിന്റെ മൃതദേഹത്തെയും അപമാനിക്കുകയായിരുന്നു CPM ചെയ്തത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഈ വിഷയത്തിൽ ആരുടെ ഭാഗത്താണ് ശരിയെന്നോ ആരുടെ ഭാഗത്താണ് തെറ്റെന്നോ നമുക്ക് പറയാൻ കഴിയില്ല. ഒരു തീർത്തും വൈകാരികമായ പ്രശ്നമാണ്, ഒരു കുടുംബത്തിന്റെ പ്രശ്നമാണ്. ഇത്തരം പ്രശ്നങ്ങളിൽ എല്ലാവരും ഒത്തുചേർന്നെടുക്കേണ്ട ഒരു തീരുമാനത്തിൽ രണ്ടഭിപ്രായം ഉണ്ടായി എന്നുള്ളത് തന്നെ ഖേദകരമാണ്. ആ അഭിപ്രായം ഉണ്ടാകുമ്പോഴും ആ അഭിപ്രായത്തെ ക്രോഡീകരിച്ചുകൊണ്ട് ഏതെങ്കിലും രീതിയിൽ അതിനെ ഒരു തീരുമാനത്തിൽ എത്തിക്കേണ്ടതിന് പകരം CPM കാണിച്ച ഈ തരത്തിലുള്ള തോന്നിവാസം തന്നെ പറയേണ്ടി വരും. ഇത് രാഷ്ട്രീയ മുതലെടുപ്പാണ്. ഈ രാഷ്ട്രീയ മുതലെടുപ്പ് എന്തായാലും പൊതുസമൂഹം ചർച്ച ചെയ്യുക തന്നെ ചെയ്യും. അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഏതായാലും ഇതിലെ കല്ലും നെല്ലും തിരിയട്ടെ. അദ്ദേഹത്തിന്റെ മൃതദേഹം ഇപ്പോൾ മോർച്ചറിയിലുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഈ വിഷയത്തിൽ ഇനി കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയം കൂടിയാവുകയാണ്. ഇനിയിപ്പോ കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയമാണ്, ഞങ്ങൾക്കൊന്നും പറയാൻ കഴിയില്ല, അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരമാണ് ഇത് ചെയ്തത് എന്നൊക്കെ പറഞ്ഞു വെക്കുമ്പോഴും, അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരമായിരുന്നെങ്കിൽ പോലും, ഇനി അദ്ദേഹത്തിന് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ പോലും ആ വിഷയം അതെങ്ങനെയാണ്, അദ്ദേഹം അത് പറഞ്ഞിരുന്നോ, അദ്ദേഹം അത് ആരെയാണ് ബോധ്യപ്പെടുത്തിയിരുന്നത്, ഈ വിഷയം ആശയോടുകൂടി സംസാരിച്ച് ഒരു തീരുമാനത്തിൽ എത്തിക്കേണ്ടതിന് പകരം കേവലം രാഷ്ട്രീയ വിഷയമായി ഉപയോഗിച്ചത് ഒട്ടും ശരിയായില്ല. ഈ വിഷയത്തിൽ RSSO BJPയോ ഒന്നും പ്രതികരിക്കാൻ പോലും വരുമെന്ന് തോന്നില്ല. കാരണം അത്രയും ഒരു നിലവാരവും ഇല്ലാത്ത, അല്ലെങ്കിൽ അത്രയ്ക്കും ഒരു മെറിറ്റ് ഇല്ലാത്ത ആരോപണമാണ് ഈ പല ഘട്ടങ്ങളിൽ നിന്നും ഉയർന്നത് എന്ന് മനസ്സിലാവുന്നതുകൊണ്ട് തന്നെ അവരത്തരത്തിലൊരു നിലപാടോ അല്ലെങ്കിൽ ഒന്നും പറയാൻ പോലും വരില്ല. കാരണം അത്രയും നെറുകെട്ടൊരാരോപണം, അത്തരം ഒരു കാര്യവുമില്ലാത്ത ഒരു ആരോപണം, ഒരു അച്ഛനും മക്കളും കുടുംബവും തമ്മിലുണ്ടായ ഒരു പ്രശ്നത്തിൽ വെറുതെ BJPയെ RSSനെയും ഒക്കെ ആ അഭിഭാഷകൻ ഏതോ രാഷ്ട്രീയമുണ്ട് എന്ന് ഉള്ളതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ കൂടി വലിച്ചഴിച്ച് അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാഷ്ട്രീയ കക്ഷികളെ കൂടി ഇതിലേക്ക് വലിച്ചുവെക്കാനുള്ള ശ്രമം നടത്തുന്നത് ഖേദകരമാണ്. അത് അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് എന്ന് പറയുന്നതിന് തുല്യമാണ്. കാരണം ഇപ്പോൾ CPMന് തന്നെ മനസ്സിലായി, പൊതുസമൂഹത്തിൽ
സ്ഥാനം നഷ്ടപ്പെട്ടിരിക്കുന്നു, മുഖം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലായി. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു നിലവാരം കുറഞ്ഞ നിലപാടുമായി വന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ ആശ അവിടേക്ക് ചെല്ലില്ല എന്നോ അല്ലെങ്കിൽ ആശ ഇത്തരത്തിൽ കോടതിയിലേക്ക് പോവില്ല എന്നോ ഒക്കെ വിചാരിച്ചിട്ടുണ്ടാവും. അപ്പോ അതുകൊണ്ടുണ്ടായ പ്രശ്നവുമാകാം. ഏതായാലും ഇത് ഗൗരവത്തോടെ കണ്ടില്ല എന്നുള്ളത് ഏറെ ഖേദകരമായ കാര്യമാണ്. ഒരു മൃതദേഹത്തോട് കാണിച്ച അനാദരവ് സമൂഹം എന്നും ചർച്ച ചെയ്യപ്പെടുക തന്നെ ചെയ്യും. അദ്ദേഹത്തിന്റെ മറ്റ് കാര്യങ്ങളെല്ലാം മറഞ്ഞുപോയ ശേഷം അദ്ദേഹം ഇത്രയും കാലം തൊഴിലാളി സമൂഹത്തിന് വേണ്ടി ജീവിച്ചു എന്ന് പറയുന്നു. അദ്ദേഹത്തിന്റെ പല നല്ല കാര്യങ്ങളും ചർച്ച ചെയ്യണം എന്നൊക്കെ CPM പറയുന്നുണ്ടെങ്കിലും അതൊന്നും ആവില്ല. അദ്ദേഹത്തിന്റെ കുറിച്ച് ഇനിയുള്ള ചർച്ചകളിൽ വരിക അദ്ദേഹത്തിന്റെ മരണശേഷമുണ്ടായ ഈ പ്രശ്നങ്ങൾ തന്നെയാകും. കാരണം അത്രയേറെ സെൻസിറ്റീവായി ചർച്ച ചെയ്യപ്പെടുന്ന രീതിയിലേക്ക് അദ്ദേഹത്തിന്റെ മൃതദേഹവും അദ്ദേഹത്തിന്റെ കുടുംബവും അദ്ദേഹത്തിന്റെ മകളും അദ്ദേഹത്തിന്റെ മകനും അവരുടെ നിലപാടുകളും ഒക്കെ മാറിയിട്ടുണ്ട്. അതിന് കാരണം CPM ആണ്. ആ ഉത്തരവാദിത്തത്തിലുള്ള CPM-ന് ഒഴിയാൻ കഴിയില്ല എന്ന് തന്നെയാണ് പറയുന്നത്. എന്തായാലും ഈ വിഷയം കണ്ടിട്ട് എനിക്ക് മനസ്സമാധാനത്തോടെ ഇരിക്കാൻ കഴിയുന്നില്ല. വളരെ സങ്കടമുണ്ടാക്കിയ ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ വിഷയം ഇപ്പൊ സംസാരിക്കാൻ വന്നത്. ഹെൽത്ത് അത്ര ഓക്കെ ആയിട്ടില്ല. അപ്പോൾ വേറെ എന്തെങ്കിലും വിഷയമൊക്കെ വരുമ്പോൾ കാണാം.